വലിയ തമ്പ്രാക്കന്മാര് ബ്രിട്ടീഷുകാരെ വെല്ലുവിളിച്ച് അവസാനം എന്തായി? അവന്റെയൊക്കെ പ്രേതങ്ങൾ തൂക്കുമരത്തിൽ കിടന്നാടി. അക്രമം അവസാനിപ്പിക്കുക. ബ്രിട്ടീഷ് ഭരണം തുലയട്ടെ. ദിവാൻ ഭരണം തുലയട്ടെ. മഹാത്മാഗാന്ധിക്ക്. നിങ്ങൾ ഈ കാണിക്കുന്നത് അനീതിയാണ്. അമിതമായ ചന്തപ്പിരിവ് അവസാനിപ്പിച്ചേ പറ്റൂ. ഇത് സർക്കാരിന്റെ തീരുമാനമാണ്. ഞങ്ങൾക്കത് നടപ്പിലാക്കിയേ പറ്റൂ. ബ്രിട്ടീഷുകാർക്ക് കപ്പം കൊടുക്കാനും ദിവാന് ദൂർത്തടിക്കാനും പകലന്തിയോളം കഷ്ടപ്പെടുന്ന പാവം മനുഷ്യരെ ഉപദ്രവിക്കരുത്. ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന ബ്രിട്ടീഷുകാർക്കൊരു നിയമമുണ്ട്. അത് കാത്തു സൂക്ഷിക്കുന്നവരാണ് രാജാവും ദിവാനും. അത് നടപ്പിലാക്കാനാണ് ഞങ്ങൾക്ക് ശമ്പളം തരുന്നത്. നാണമില്ലേ നിങ്ങൾക്കിത് പറയാൻ? പിറന്ന മണ്ണിനെ ബ്രിട്ടീഷുകാർക്ക് തീരെഴുതാനാണ് നിങ്ങൾ ശമ്പളം പറ്റുന്നത്. വൈദ്യരെ, വെറുതെ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്. നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അധികാരമില്ല. തിരുവിതാംകൂറിൽ കോൺഗ്രസ് സംഘടന നിരോധിച്ചിരിക്കുകയാണെന്നറിയാമല്ലോ. എല്ലാറ്റിനെയും ഇപ്പോ വേണമെങ്കിൽ എനിക്ക് അകത്താക്കാം. ബഹുമാനപ്പെട്ട ഇൻചാർജ് സാർ, ഇത് ഞങ്ങളുടെ മണ്ണാണ്. ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ചോര വിയർപ്പായിട്ട് വീണ് കനകം വിളയുന്ന മണ്ണ്. ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന മുതൽ തട്ടിപ്പറിക്കാനും അതിന്റെ വിലയേക്കാൾ കാശ് നികുതി പിരിക്കാനും ആർക്കാണ് ധൈര്യം? അതൊക്കെ അങ്ങ് ദിവാനോട് ചെന്ന് നേരിട്ട് ചോദിക്കണം. അലിയാരെ, ഓരോ ചന്തയ്ക്കും നിനക്ക് തോന്നിയതുപോലെയാണ് പണം പിരിക്കുന്നത്. ഇത് അവസാനിപ്പിക്കണം. ഞാനെന്തു ചെയ്യും? സർക്കാരിനടക്കണം, പോലീസിന് കൊടുക്കണം, റവന്യൂ അധികാരികൾക്ക് കൊടുക്കണം. എന്റെ വീട്ടിൽ മുളകും പാക്കും ഒന്നുമില്ല വിറ്റ് കൊടുക്കാൻ. പാക്കും മുളകും വിളയണമെങ്കിൽ പിറന്ന മണ്ണിനെ സ്നേഹിക്കണം, അവിടെ പണിയെടുക്കണം. എന്നും ഇങ്ങനെ വേട്ടപ്പട്ടികളെ പോലെ ജീവിക്കരുത്. നീയൊക്കെ വിരട്ടുമ്പോഴും അട്ടഹസിക്കുമ്പോഴും പാവപ്പെട്ട കർഷകർ അനുസരിക്കുന്നത് ജീവിക്കാനുള്ള കൊതി കൊണ്ടാണ്. അങ്ങനെ ഒരു ജീവിതം വേണ്ടെന്ന് വെച്ചാൽ ആരും അനുസരിക്കില്ല. കുരയ്ക്കുന്നവന്റെ നാവ് ചവിട്ടി പിഴുതെടുക്കും. മതി. പാങ്ങോട്ടുകാർക്കും കല്ലറക്കാർക്കും കൊമ്പൊന്നുമില്ലല്ലോ ദിവാന്റെ നിയമം അനുസരിക്കാതിരിക്കാൻ. കൊമ്പില്ലെങ്കിലും നെഞ്ചിനൂറ്റമുണ്ട്. പിറന്ന നാടിന്റെ സ്വാതന്ത്ര്യം കാക്കാനുള്ള ആത്മാഭിമാനമുണ്ട്. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി സാധാരണക്കാരന്റെ കഴുത്ത് ഞെരിക്കുന്ന നിന്നെയൊക്കെ തടയാനുള്ള സഹനശക്തിയുണ്ട്. നിങ്ങളൊക്കെ പറയുന്നത് കേട്ടാ തോന്നും ഞാൻ പിച്ചക്കാശിന് കൈനീട്ടി നിൽക്കണമെന്ന്. 100 പണം കെട്ടി വെച്ചിട്ടാ എനിക്ക് ചന്തലേലം കിട്ടിയത്. അതെനിക്ക് മുതലാക്കിയേ പറ്റൂ. എടാ ആറാമ്പറന്നവനെ, വിട്. വെറുതെ എനിക്ക് ജോലി ഉണ്ടാക്കി വെക്കരുത്. എടാ, അമ്മയുടെ നെഞ്ചിൽ നിന്ന് പാല് കുടിച്ചിട്ടുള്ള ആണുങ്ങളാണ് കല്ലറയും പാങ്ങോട്ടുമുള്ളതെങ്കിൽ ഇതിന് ഞങ്ങൾ അറുതി വരുത്തും. ഓലത്തും ഞാനൊന്ന് വിരഞ്ഞൊടിച്ചാൽ പട്ടാളം കയറി നിരങ്ങും നിന്റെയൊക്കെ വീട്ടിൽ. നിങ്ങളോട് വഴക്കിടാനും വെല്ലുവിളിക്കാനും വന്നവരല്ല ഞങ്ങൾ. മാന്യമായിട്ടാണ് ഞങ്ങൾ പറയുന്നത്. അമിതമായ നികുതി പിരിവും അക്രമങ്ങളും അവസാനിപ്പിക്കണം. നീ പറയുന്നത് പോലെ അനുസരിക്കാൻ ഞാൻ നിന്റെ സംബന്ധക്കാരനൊന്നുമല്ലല്ലോ. പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ. ഞാൻ പറ്റുന്ന ശമ്പളത്തിന് ഞാൻ കൂറ് കാണിച്ചിരിക്കും. വൈദ്യരെ, ഇയാളോട് മാന്യമായി സംസാരിച്ചിട്ട് കാര്യമില്ല. പണം കിട്ടിയാൽ പെറ്റമ്മയെ പോലും ഒറ്റുകൊടുക്കാൻ മടിക്കാത്ത വർഗങ്ങളാണ്. നിർത്ത്. തിണ്ണമിടുക്ക് കാണിക്കരുത് പിള്ളേ. തിരുവിതാംകൂറിലെ പോലീസിന്റെ ശക്തി അറിയാമല്ലോ. ദിവാനെതിരെ ഒരു ചെറുവിരൽ അനങ്ങിയാൽ എല്ലാം തച്ചു തകർക്കാൻ അധികാരമുള്ളവരാണ്. നിന്നെയൊക്കെ ദിവാന്റെ മുമ്പേ മുട്ടുമടക്കിക്കും. 5 നേരം പടച്ചോന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നവരും അമ്പലത്തിലും കാവിലും തൊഴുകൈകളോട് തലകുനിക്കുന്നവരും ഒരു മനസ്സുമായിട്ടാണ് നിൽക്കുന്നത്. നിസ്കരിക്കാനും തൊഴാനും വയലിൽ കിളയ്ക്കാനും മാത്രമല്ല ഈ കൈകൾ പൊങ്ങുന്നത്. ഓർത്തോളണം. നിർത്തടാ. ഞാൻ അല്പം മാന്യമായി നിൽക്കുന്നത് കൊണ്ട് എന്തും പറയാമെന്ന് വിചാരിക്കരുത്. അറിയില്ലെന്റെ കൈക്കരുത്ത്. കഴിവറണം മോന്മാരെ. മിസ്റ്റർ ചെല്ലപ്പൻ വൈദ്യർ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലാണ് നിങ്ങൾ ഇടപെടുന്നത്. ഇവിടത്തെ കാര്യങ്ങളൊക്കെ നെടുമങ്ങാട് സബ് ഇൻസ്പെക്ടറായ ഈ തണ്ടൻ കൃഷ്ണൻ അറിയുന്നില്ല എന്ന് കരുതരുത്.
രഹസ്യമായും പരസ്യമായും നിങ്ങൾ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രവർത്തനം നടത്തുന്നത് CID-കൾ മുഖാന്തരം ഗവൺമെന്റിന്റെ ഉന്നത തലങ്ങളിൽ അറിഞ്ഞു കഴിഞ്ഞു. നികുതി പിരിവ് ഗവൺമെന്റിന്റെ കാര്യമാണ്. അതതിന്റെ മുറയ്ക്ക് നടക്കും. നിങ്ങളത് ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട. അതിനുള്ള ശക്തിയൊന്നും നിങ്ങൾക്കായിട്ടില്ല. തിരുവിതാംകൂർ മഹാരാജാവ് ബ്രിട്ടീഷ് സായിപ്പന്മാർക്ക് കാഴ്ചവെക്കുന്നതിൽ നല്ലൊരു പങ്ക് കല്ലറയിലെയും പാങ്ങോട്ടത്തെയും ചന്തയിൽ നിന്ന് വാങ്ങുന്ന മലഞ്ചരക്കുകളാണ്. ആ ഒരു കനിവ് ഈ ദേശത്തോട് ദിവാൻ ഉണ്ടും താനും. അത് വെറുതെ നശിപ്പിക്കരുത്. പാവപ്പെട്ടവൻ വെയിലും മഴയും വകവയ്ക്കാതെ ചോരനീരാക്കി പണിയെടുത്തുണ്ടാക്കുന്ന വിഭവങ്ങൾ താങ്ങാനാകാത്ത നികുതി കൊടുത്ത് ചന്തയിൽ വിൽക്കാൻ കൊണ്ടുവരുമ്പോൾ കുറഞ്ഞ വിലയ്ക്ക് അത് വസൂലാക്കുകയും ഗുണ്ടകളെ കൊണ്ട് പിടിച്ചുപറിക്കുകയും ചെയ്യുന്നതാണോ പാങ്ങോട്ടുകാർക്കും കല്ലറക്കാർക്കും കിട്ടുന്ന നിങ്ങളുടെ ദിവാന്റെ കനിവ്? അരവയർ നിറയ്ക്കാൻ ഭാഗ്യമില്ലാതെ മണ്ണിൽ പണിയെടുക്കാൻ വിധിക്കപ്പെട്ട പണിയാളന്മാർ വിശപ്പിന്റെ നോവറിയാതിരിക്കാൻ ഉടുതുണി വലിച്ചു മുറുക്കി കെട്ടിയുണ്ടാക്കുന്ന കാശ് കൊള്ളയടിക്കാൻ വരുമ്പോൾ ഒന്ന് മിണ്ടിപ്പോയാൽ അവന്റെ അടിവയർ ചവിട്ടിക്കലക്കുന്ന ഗുണ്ടായുസമാണോ ദിവാന്റെ സൽഭരണം? മലനാടിന് ദൈവം കനിഞ്ഞു നൽകിയ പൊൻവിഭവങ്ങൾ പഞ്ചപുച്ഛമടക്കി നിന്ന് തിരുമനസ് ബ്രിട്ടീഷ് സായിപ്പന്മാർക്ക് കാഴ്ചവച്ചിട്ടാണ് ഈ തിരുവിതാംകൂർ സ്റ്റേറ്റ് നിലനിൽക്കുന്നത്. നിനക്കൊക്കെ ഇവിടെ ജീവിക്കാൻ കഴിയുന്നത് തിരുവുള്ളക്കേടുണ്ടാക്കരുത്. മഹാരാജാവിനെല്ലാം കൈയടക്കി ഭരിക്കാൻ പാവപ്പെട്ടവൻ ബ്രിട്ടീഷുകാർക്ക് കിടപ്പറ തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആണായി പിറന്നവനത് കഴിയില്ല സാറേ. തിരുമനസ്സു കാഴ്ചവച്ച പൊന്നിനും മാണിക്യത്തിനും പകരമായി ബ്രിട്ടീഷുകാർ സമ്മാനിച്ച വെടിയുണ്ടകൾക്ക് തിരിച്ചറിവില്ല. നെഞ്ച് തുളച്ചു കയറാനുള്ള ശക്തിയേ ഉള്ളൂ. ഏമാനെ, ആത്മാഭിമാനമുള്ളവരാണ് കല്ലറയും പാങ്ങോട്ടുമുള്ള ചെറുപ്പക്കാർ. ആരുടെയെങ്കിലും ഒരു തുള്ളിച്ചോര ഈ മണ്ണിൽ വീണാൽ കെട്ടുപോകാത്ത തീക്കനലാകുമത്. സ്വാതന്ത്ര്യത്തിനു വേണ്ടി ദാഹിച്ചു വരണ്ടു കിടക്കുന്ന ഈ മണ്ണിലത് അഗ്നിയായി പടരും. അറിയാം പുതിയ പടപ്പുറപ്പാടിന്റെ ഒരുക്കങ്ങൾ. തിരുവിതാംകൂർ ഗവൺമെന്റിൽ നിന്നും ശമ്പളം പറ്റുന്ന CID-മാരും പോലീസുകാരും വെറും വിഡ്ഢികളല്ലെന്നോർക്കണം. ഓരോ അനക്കവും ഞങ്ങൾക്കറിയാം, ഓരോരുത്തരെയും അറിയാം. മുതുവിള കോടമ്പ്ളാച്ചി തറവാട്ടിൽ ചെല്ലപ്പൻ വൈദ്യൻ, മിത്രമ്മല രാമേലിക്കോണം പത്മനാഭൻ, പാങ്ങോട് പനച്ചക്കോട് ജമാൽ ലബ്ബ, പാലുവള്ളി അബ്ബാസ് ചട്ടമ്പി, മടത്തുവാതുക്കൽ ശങ്കരൻ മുതലാളി, കല്ലറ പലചരക്ക് പത്മനാഭപിള്ള, ചെറുവാളം കൊച്ചുനാരായണൻ, മാധവക്കുറുപ്പ്, പ്ലാങ്കീഴിൽ കൃഷ്ണപിള്ള, മണക്കോട് ഹനീഫ ലബ്ബ, കൊച്ചാലമ്മൂട് അലിയാരുകുഞ്ഞ്. ഇനിയുമുണ്ട് പേരുകൾ. അപ്പോ എല്ലാം ഞങ്ങൾ അറിയുന്നുണ്ട് അല്ലേ വൈദ്യരെ? ഞങ്ങൾക്ക് പേടിയില്ല സാർ. പിറന്ന നാടിന്റെ മാനം കാക്കാൻ സമാധാന മാർഗത്തിലൂടെ ഞങ്ങൾ സമരം ചെയ്യും. അവസാന വിജയം ഞങ്ങൾക്കായിരിക്കും. ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, നാടിന്റെ മാനം കാക്കാൻ ഇറങ്ങി വീട്ടിലിരിക്കുന്ന ഭാര്യമാരുടെയും പെൺമക്കളുടെയും മാനം പോകരുത്. നിർത്ത് സാറേ, അതൊക്കെ നിങ്ങളുടെ പണിയാ. കാലണയ്ക്ക് വേണ്ടി കൂട്ടിക്കൊടുത്തിട്ട് പട്ടിയെപ്പോലെ കാവലിരിക്കുന്നത്. എടാ, വേണ്ട, ഈ തണ്ടൻ കൃഷ്ണൻ ആരാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. യമനെ, ഉരുക്കിൽ തീർത്ത കത്തിയാണിത്. ഉലയിൽ ഊതിയൂതി ഉമിനീര് പറ്റിയ കൊല്ലന്റെ കരിവിയർപ്പ് വീണു ഉസിരുപൂണ്ട കത്തി. ഇതിനും ചങ്കുകുത്തി കീറാനേ അറിയൂ. അപ്രതീക്ഷിതമായ ആ ആക്രമണം ജനങ്ങൾക്ക് ഒട്ടനവധി അപകടങ്ങളും നാശനഷ്ടങ്ങളും ഉണ്ടാക്കി. മുറിവേറ്റ ആ മനസ്സുകൾ ഒരുമിച്ച് കൂടി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഉടലെടുത്ത പ്രക്ഷോഭ സമരങ്ങൾ ചർച്ചാ വിഷയമായി. നാടിന്റെ മോചനത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത മഹാന്മാരുടെ പോരാട്ട ചരിത്രങ്ങളിലേക്ക് അവർ ഇറങ്ങിച്ചെന്നു. ജനതയുടെ ദേശാഭിമാനത്തെയും സ്വാതന്ത്ര്യബോധത്തെയും അത് തട്ടിയുണർത്തി.
പുതിയൊരാവേശമായി മുന്നേറാൻ അവർ